ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ഡിഷായിട്ടാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നോർത്ത് ഇന്ത്യയിൽ ഇത് അറിയപ്പെടുന്നത് ഉപ്പിട്ട് എന്നാണ്. നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പേരിട്ടിട്ടുണ്ട്, ശർക്കര റൊട്ടി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് പൂരിക്ക് നമ്മൾ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴയ്ക്കണം. എത്രത്തോളം നമ്മൾ കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റ്നെസ് കൂടും. നന്നായിട്ട് കുഴച്ചെടുക്കാം. അവിടെ മാവ് ഏകദേശം പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരല്പം ഓയിൽ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കടലപ്പരിപ്പ് നമ്മളൊരു മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കഴുകി വൃത്തിയാക്കിയ കടലപ്പരിപ്പ് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കണം. അതിനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടലപ്പരിപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. അത് പരിപ്പൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അന്ന് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്, ഒന്ന് വെന്ത് കിട്ടുക വേണം ആ ഒരു പരുവത്തിൽ. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നൈസായിട്ട് പൊടിക്കൊന്നും വേണ്ട, ചെറുതായിട്ട് ആ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരക്കിയത്, തേങ്ങയൊക്കെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാം കേട്ടോ, അത്രയും സ്വാദ് കൂടും. ഇനി ഇതിലേക്ക് ചിരക്കി വെച്ചിരിക്കുന്ന ശർക്കര, ഏലക്കായ് പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം. നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഈ ശർക്കരയും കടലപ്പരിപ്പും തേങ്ങയൊക്കെ ഉരുന്ന് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇനി നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഫസ്റ്റ് നമ്മൾ എല്ലാം ബോളാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെല്ലാം ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഒന്ന് ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ മാവൊന്ന് പരത്തിയെടുക്കുക. കൈ കൊണ്ടൊന്ന് പരത്തിയെടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്, അതായത് കടലപ്പരിപ്പിൻ്റെ ഫില്ലിങ് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് ഈ മാവിലേക്ക് വെച്ച് കൊടുക്കാം. ആ മാവ് ഫുള്ളൊന്ന് കവറാകത്തക്ക വിധത്തിൽ വലിച്ച് നമ്മളൊന്ന് ചെറുതായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നടുവൊന്ന് പ്രസ് ചെയ്യാം. ഇത് ചെയ്യുമ്പം കയ്യിൽ അല്പം ഓയിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. ചെറിയൊരു പൂരിയുടെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുക, ചെറിയൊരു വട്ടത്തിലാക്കിയെടുക്കാം. ബാക്കിയുള്ളതൊക്കെ കൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഈ ബാക്കി മാവും കൂടെ സെറ്റാക്കാം. നമ്മളൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ അത് നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈയോ ഷാലോ ഫ്രൈയോ ഒന്നുമല്ല ചെയ്യുന്നത്, ചെറിയൊരു ക്വാണ്ടിറ്റി എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ഒരു സൈഡ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. ഒരിത്തിരിയും കൂടെ ഒന്ന് മുരിയാനുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള നല്ല സ്വീറ്റി ആയിട്ടുള്ള നമ്മുടെ ശർക്കര റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം കൂടെ ചുട്ടെടുക്കാം.
നമ്മുടെ ഇന്നത്തെ അടുക്കളയിൽ ഉണ്ടാക്കിയ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്.